നമസ്കാരം, മണി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൊബൈൽ ഫോൺ ബില്ലിനെ കുറിച്ചാണ്. അത് എങ്ങനെ ക്രെഡിറ്റ് സ്കോറിനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ക്രെഡിറ്റ് സ്കോർ എന്നാൽ നമ്മളൊരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പ എടുക്കുമ്പോൾ നമ്മൾ അത് തിരിച്ചടയ്ക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സംഖ്യയാണ്. ഈ സ്കോർ നല്ലതാണെങ്കിൽ നമുക്ക് ലോണുകളും ക്രെഡിറ്റ് കാർഡുകളും എളുപ്പത്തിൽ കിട്ടും. പലിശ നിരക്ക് കുറവായിരിക്കും. എന്നാൽ ക്രെഡിറ്റ് സ്കോർ മോശമാണെങ്കിലോ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാകും. കിട്ടിയാൽ തന്നെ ഉയർന്ന പലിശ നൽകേണ്ടി വരും. ഇനി വിഷയത്തിലേക്ക് വരാം. നിങ്ങളുടെ മൊബൈൽ ബില്ലുകൾ കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ദോഷകരമായി ബാധിക്കും. നിങ്ങൾക്ക് ഒരുപക്ഷെ അവിശ്വസനീയമായി തോന്നാം, എന്നാൽ ഈ കാര്യം സത്യമാണ്. പല ടെലികോം കമ്പനികളും ഇപ്പോൾ ക്രെഡിറ്റ് ബ്യൂറോകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ബില്ലുകൾ കൃത്യമായി അടച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കുടിശ്ശിക വരുത്തിയാൽ ഈ വിവരങ്ങൾ ക്രെഡിറ്റ് ബ്യൂറോകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും. ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഒരു നെഗറ്റീവ് മാർക്കായി രേഖപ്പെടുത്തുകയും കാലക്രമേണ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയുകയും ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, ചെറിയ തുകയല്ലേ, വൈകിയാൽ എന്താ കുഴപ്പമെന്ന്. എന്നാൽ ചെറിയ കുടിശ്ശിക പോലും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ബില്ലടയ്ക്കാൻ വൈകുമ്പോൾ ടെലികോം കമ്പനികൾ കളക്ഷൻ ഏജൻസികളെ സമീപിക്കാം. ഈ കളക്ഷൻ ഏജൻസികൾ ക്രെഡിറ്റ് ബ്യൂറോകൾക്ക് ഈ വിവരം കൈമാറും. ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തുകയും സ്കോർ കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നം ഒഴിവാക്കുക? വളരെ എളുപ്പമാണ്. നിങ്ങൾ മൊബൈൽ ബില്ലുകൾ കൃത്യസമയത്ത് അടയ്ക്കുക. ഡ്യൂ ഡേറ്റ് ശ്രദ്ധിച്ച് ബില്ലുകൾ അടയ്ക്കാൻ ശ്രമിക്കുക. ഓട്ടോ പേയ്മെന്റ് പോലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബില്ലുകൾ മുടങ്ങാതെ അടയ്ക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതാണ്. അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ തിരുത്താനും സാധിക്കും. ഓർക്കുക, നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്ക് ക്രെഡിറ്റ് സ്കോർ വളരെ പ്രധാനമാണ്. ചെറിയൊരു അശ്രദ്ധ കാരണം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മോശമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നന്ദി.